പ്രണയം. രചന പൗർണമി. അവതരണം മിത്രവിന്ദ. താഴേക്ക് വീണെന്ന ഭയത്തില് കണ്ണുകൾ ഇറുക്കി അടച്ചിരിക്കുകയാണ് ആദു. തന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന പെണ്ണിനെ അതിശയത്തോടെ ധ്രുവി ഒന്ന് നോക്കി. ആത്മിക. അപ്രതീക്ഷമായി അവളെ കണ്ട അത്ഭുതത്തിൽ സ്വയം അറിയാതെ പറഞ്ഞുപോയി ധ്രുവി. അത്ര പരിചിതമായ പെർഫ്യൂം ഗന്ധം തന്നെ പൊതിയുന്നതറിഞ്ഞ് ആദു കണ്ണുകൾ ചിമ്മി തുറന്നു. തന്നോട് ചേർന്ന് കിടന്നവനെ അവളും ഒന്ന് നോക്കി. അത്ഭുതം കൊണ്ട് അവളുടെ സ്വതവേ വിടർന്ന കണ്ണുകൾ ഒന്നുകൂടി അങ്ങ് മിഴിഞ്ഞു. അവളുടെ ഹൃദയമിടിപ്പ് കുറച്ചുകൂടി വേഗത്തിലായി. കൈകാലുകൾ വിറച്ചു. കാരണമറിയാത്തൊരു പരവേശം അവളെ പൊതിഞ്ഞു. ഒന്നും ചെയ്യാൻ കഴിയാതെ തളർന്ന പോലെ കിടന്നു ആദു. ധ്രുവിയെ അവിടെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അവൾ. അങ്ങനെ തന്നെയായിരുന്നു അവന്റെയും അവസ്ഥ. ഈശ്വര, ഈ ചെകുത്താൻ എങ്ങനെ ഇവിടെ എത്തി? തലപുകഞ്ഞ് ആലോചിക്കുകയാണവൾ. ധ്രുവിയുടെ കണ്ണുകൾ അവളുടെ മുഖത്തായി അലഞ്ഞു. ആദ്യമായല്ല അവളെ ഇത്ര അടുത്ത് കാണുന്നത്. അന്ന് ക്ഷേത്രത്തിൽ ഇരുവരും കണ്ടുമുട്ടിയ ദിവസത്തിന്റെ ഓർമ്മകൾ ഇരുവരിലും ഒരുപോലെ അലതല്ലി. അതിനൊപ്പം ആദുവിലുള്ള അതേ ചോദ്യം ധ്രുവിയിൽ നിറഞ്ഞു. ഇവളെന്താ ഇവിടെ? മൗനത്തിന്റെ അകമ്പടിയില് കണ്ണുകൾ നോക്കി സംവദിക്കുകയാണ് ഇരുവരും. അടുത്ത പണിയാണോ ഈ ചേർന്ന് കിടക്കുന്നതെന്ന് അവൾ ചിന്തിച്ചു. ടെൻഷൻ കാരണം അവളുടെ മേൽചുണ്ടിൽ മുട്ടിട്ട വിയർപ്പ് കണങ്ങളെ ധ്രുവി കൗതുകത്തോടെ നോക്കി. അടുത്ത നിമിഷമാണ് ധ്രുവിക്ക് ബോധമുണ്ടായത്. അവൻ പഴയ രാക്ഷസന്റെ മുഖംമൂടി എടുത്തണിഞ്ഞു. എണീറ്റ് പോടി എന്റെ ദേഹത്തൂന്ന്. ഇങ്ങനെ വന്ന് കിടക്കാൻ നിനക്ക് നാണമില്ലേ? ധ്രുവി അവന്റെ സ്വഭാവം പുറത്തെടുത്തതും ആദു വിറച്ചുപോയി. അവൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. പക്ഷെ അവളിലെ ഭയം അതിനെ അനുവദിക്കുന്നില്ല. കാണുമ്പോഴെല്ലാം ഇങ്ങനെ എന്റെ നെഞ്ചത്ത് കയറാന്ന് നിനക്ക് വല്ല നേർച്ചയുമുണ്ടോ? ധ്രുവി ക്ഷോഭത്തോടെ പിന്നെയും ചോദിക്കുന്നത് കേട്ട് ഇത്തവണ ആദുവിനെ അടിമുടി വിറഞ്ഞു കയറി. സാർ ആദ്യം എന്നെ ഒന്ന് വിട്. നീരാളിപ്പിടുത്തം പിടിച്ചു വെച്ചിരിക്കുമല്ലേ? എത്ര നേരായി ആ കൈയൊന്ന് വിടുവിക്കാൻ നോക്കുക ഞാന്. അവന്റെ കൈ ബലമായി അവളിൽ നിന്ന് അകറ്റി മാറ്റാൻ ശ്രമിച്ചാണ് അവൾ പറയുന്നത്. മനസ്സിൽ തോന്നിയ ദേഷ്യം നൽകിയ ധൈര്യത്തിൽ ആദു അത് പറയുമ്പോഴാണ് അവനും തന്റെ കൈകളിലേക്ക് നോക്കുന്നത്. അവള് പറഞ്ഞത് ശരിയാണ്. അവന്റെ കൈകൾ അവളുടെ വയറിലൂടി മുറുക്കത്തിൽ ചുറ്റിയിരിക്കുകയാണ്. നിനക്ക് വാ തുറന്ന് നേരത്തെ പറയാൻ വയ്യേ? അവളെ സ്വയം അറിയാതെ ചുറ്റിപ്പിടിച്ച ജാളിതി ഒളിപ്പിക്കുവാനായി ധ്രുവി ശ്രമിച്ചു. പിന്നെയും തന്നെ കുറ്റക്കാരിയാക്കും പോലെ ആദൂന് ദേഷ്യം ഉച്ചസ്ഥായിലെത്തി. സാറിന് കണ്ണു തുറന്ന് നോക്കാൻ പാടില്ലായിരുന്നോ? അവളും അതേ നാണയത്തെ തിരിച്ചടിച്ചു. പഴയതുപോലെ ചേർന്ന് കിടന്നാണ് വാദപ്രതിവാദങ്ങൾ. ഇത്തവണ ധ്രുവിക്ക് ഉത്തരം മുട്ടി. സാറിന്ന് കൈവിട്ടേ. അന്നും ഇന്നും ഞാനൊന്നറിയാതെ സാറിന്റെ മേലേക്ക് വീണതാ കുഴപ്പം. എന്നെ കെട്ടിപ്പിടിച്ചോണ്ട് കിടക്കുന്നത് കുഴപ്പമില്ലല്ലേ? ആദു ദേഷ്യത്തോടെ പറയുമ്പോ അവളുടെ വയറിന്മേലുണ്ടായിരുന്ന തന്റെ കൈകളെ അറിയാതെ സ്വതന്ത്രമാക്കിപ്പോയി അവൻ. അവന്റെ മുഖത്തേക്ക് ഒന്നുകൂടി കൂർപ്പിച്ചു നോക്കി. അവിടെ നിന്ന് പൊടിയും തട്ടി എണീറ്റു ആദു. അവൾ താഴേക്ക് നടന്നു. ഇനി ഗായമേ കാണണം. ഈ കാട്ടുമാക്കാൻ ആരാണെന്ന് ചോദിക്കണം. ധ്രുവി കുറച്ചുനേരം അങ്ങനെ തന്നെ കിടന്നുപോയി. അവൻ വേഗത്തിൽ മിടിക്കുന്ന തന്റെ ഹൃദയത്തെ തഴുകി ശാന്തമാക്കുവാനൊന്ന് ശ്രമിച്ചു. അപ്പോഴും മറ്റെല്ലാം മറന്നവന്റെ മനസ്സിൽ അവരുടെ ആദ്യ കൂടിക്കാഴ്ച മാത്രമായിരുന്നു. തന്റെ നെഞ്ചോട് ചേർന്ന് കിടന്നവൾ, അവനെ അവളിൽ തളച്ചിടുന്ന ആദുവിന്റെ വലിയ പീലിക്കണ്ണുകൾ, നീണ്ട മൂക്ക്, ചുവന്ന ചുണ്ട്. മനസ്സിലെ തോന്നലുകളെ ഒളിപ്പിക്കാൻ വേഗം അവനൊന്ന് തലകുടിഞ്ഞെണീറ്റു. അപ്പോഴാണ് പ്രധാനപ്പെട്ട ചോദ്യം അവന്റെ മനസ്സിലേക്ക് പിന്നെയും എത്തിയത്. ആത്മീക എങ്ങനെ ഇവിടെ എത്തി? അമ്മയോട് ചോദിക്കണം എന്ന ഉദ്ദേശത്തിൽ വേഗം എഴുന്നേറ്റ് റൂമിന്റെ ഡോർ ചാരി സ്റ്റെയർ ഇറങ്ങി ധ്രുവി. ഗായത്രി റെഡിയായി മുറിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കാണുന്നത് സ്റ്റെയർ ഇറങ്ങി വരുന്ന ആദുവിനെയാണ്. അവളുടെ പിറകിൽ വരുന്ന ധ്രുവിയെ കൂടി കണ്ടതോടെ ആ കണ്ടുമുട്ടൽ ഇന്ന് സംഭവിച്ചുവെന്ന് അവർക്ക് മനസ്സിലായി. രണ്ടിന്റെയും മുഖം കൊട്ട പോലെ വീർത്തിട്ടുണ്ട്. അടുത്ത അടിയും കഴിഞ്ഞുള്ള വരവാണോ ഈശ്വര? രണ്ടിന്റെയും മുഖഭാവം കണ്ട് മനസ്സിൽ ദൈവത്തിനെ വിളിച്ചുപോയി ഗായത്രി. ആദുവിന്റെ കൂർത്ത മുഖഭാവം കണ്ട് ഗായത്രിക്ക് ചിരിയും വരുന്നുണ്ട്. അതിനൊപ്പം ഒരു വലിയ രഹസ്യം ഒളിപ്പിച്ചതിന് ആദു പിണങ്ങുമോ എന്നൊരു പേടിയുമുണ്ട്. ഇങ്ങനൊരു മുഹൂർത്തം പ്രതീക്ഷിച്ചതാണ് ഗായത്രി. അതുകൊണ്ട് തന്നെ രണ്ടാളെയും നന്നായി മനസ്സിലാക്കിയിട്ടുള്ള അവർ ഇങ്ങനൊരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നേരത്തെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റെയർ ഇറങ്ങുന്ന ആദുവിനെ ഗായത്രി ഒന്ന് ചേർത്ത് പിടിച്ചു. അവൾ ഗായത്രിയെ നോക്കുകയാണ്. മനസ്സിൽ പരിഭവമാണ്. അമ്മയുടെ പ്രവൃത്തികൾ ധ്രുവി സാകൂതം വീക്ഷിക്കുന്നുണ്ട്.
അമ്മൂട്ടാ, ഗായനോട് പിണങ്ങല്ലേ പ്ലീസ്. ആദുവിനോട് കെഞ്ചും പോലെ പറഞ്ഞു ഗായത്രി. അല്ലെങ്കിലും സ്നേഹിക്കുന്നവരോട് പിണങ്ങാനോ അവരെ വേദനിപ്പിക്കുവാനോ ആദുവിന് കഴിയില്ല. അപ്പോഴും ധ്രുവി ഗായത്രിയുടെ മകനാണ് എന്നൊരു തോന്നൽ അവൾക്കില്ല. അശ്വിന്റെ സുഹൃത്തോ ഗായമ്മയുടെ വല്ല ബന്ധുവോ ആയിരിക്കുമെന്നാണ് അവളുടെ മനസ്സില്. കണ്ണ, ഇതാ എന്റെ അമ്മൂട്ടൻ, അപ്പുറത്തെ വിശ്വൻ സാറിന്റെ മോള്, എന്നെ ഒന്ന് ആശുപത്രിയിൽ എത്തിച്ച കുട്ടി. ഗായത്രി ആദുവിനെ ചേർത്ത് പിടിച്ചു പറയുമ്പോ അവരുടെ വാക്കുകളിൽ സ്തബ്ധനായി നിന്ന് ധ്രുവി. മോളെ, ഇതെന്റെ കണ്ണ്, നിങ്ങളുടെ ധ്രുവി സാറ്. ഗായത്രി പറയുന്നത് കേട്ട് ആദുവിന്റെ കിളികൾ പറന്നു. ധ്രുവി സാറ് ഗായമ്മയുടെ മോനോ? ധ്രുവിയെക്കുറിച്ച് ഗായത്രിയോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും അവളുടെ മനസ്സിലേക്ക് വന്നു. ഈശ്വര, എല്ലാം അറിഞ്ഞിട്ടാണ് ഗായമ്മ ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് നിന്നിരുന്നത്. തല കറങ്ങും പോലെ തോന്നിയ ആദുവിന് ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നുവെങ്കിലെന്ന് അവൾ ചിന്തിച്ചു. ധ്രുവിയും ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെ. ഗായത്രി ആശുപത്രിയിൽ എത്തിച്ചത് ആദുവാണെന്ന് അതേ അത്ഭുതത്തോടെയാണ് ധ്രുവിയും കേട്ടത്. അമ്മേ, ഞാനൊന്ന് അമ്പലത്തിലേക്ക് പോയി വരാം. വളരെ ശാന്തമായിരുന്നു ധ്രുവിയുടെ ശബ്ദം. ആ സമയം ആദുവിൽ നിന്നൊരു രക്ഷപ്പെടലായിരുന്നു. അവളോട് പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ അവന്റെ മനസ്സിൽ കുറ്റബോധം സൃഷ്ടിച്ചു തുടങ്ങി. ധ്രുവി അവിടുന്ന് പോയപ്പോഴാണ് ആദുവിനൽപ്പം സമാധാനം കിട്ടിയത്. അവൾ പിന്നെയും ഗായത്രിയെ ഒന്ന് നോക്കി. ഗായ്മ സോറി പറഞ്ഞില്ലേ അമ്മൂട്ടാ? അവരവളോട് കെഞ്ചും പോലെ പറഞ്ഞു. ഞാൻ ധ്രുവി സാറിന് എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? ഗായ്മയ്ക്ക് എന്നോട് ദേഷ്യം തോന്നിയിട്ടില്ലേ? എന്നോടൊരു വാക്കു പറയായിരുന്നില്ലേ? ആദു കണ്ണുകൾ നിറച്ച് ചോദിച്ചു. അവളുടെ മനസ്സിൽ നിറയെ കുറ്റബോധമാണ്. ഒരമ്മയ്ക്കും സഹിക്കാൻ കഴിയില്ല അവരുടെ മക്കളെ മറ്റൊരാൾ കുറ്റം പറയുന്നത്. അങ്ങനെ ആരാ പറയുന്നേ? ആ പോയതെന്റെ മോനാ. പക്ഷേ അവന്റെ സ്വഭാവത്തിന് ആരായാലും അതിൽ കൂടുതൽ പറയും. അമ്പലത്തിൽ വെച്ചുണ്ടായത് ഞാൻ അന്ന് തന്നെ അറിഞ്ഞതാ. പക്ഷെ അവൻ ഇത്രയൊക്കെ നിന്നോട് ചെയ്തത് നീ പറയുമ്പോഴാ മോളെ ഞാൻ അറിഞ്ഞേ. പിന്നെ നിങ്ങളിട്ട പേരുണ്ടല്ലോ, വിശ്വാമിത്രൻ. ആ പേരിനേക്കാൾ ചേരുന്ന ഒരു പേര് ഗായമ്മ എന്റെ മോളോട് പറയാം, ദുർവാസാവ്. അതേ ദേഷ്യം അവന്. ഗായമ്മയുടെ വാക്കുകളിൽ പതിവ് കുസൃതി തന്നെ. അവർ പറയുന്നത് കേട്ട് ആദു ചിരിച്ചുപോയി. എന്നാലും ഗായമ്മയ്ക്ക് പറയായിരുന്നു, ധ്രുവി സാറിനെ ഞാൻ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? ആദുവിൽ പിന്നെയും ജാളിത. നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതാ നല്ലതെന്ന് തോന്നി. അതൊക്കെ പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം, സമയം ഒരുപാട് കഴിഞ്ഞു. ഗായമ്മ ക്ലോക്കിലേക്ക് നോക്കി പറയുമ്പോൾ അവളുടെ കണ്ണുകളും ക്ലോക്കിലേക്ക് നീണ്ടു. രണ്ടാളും വേഗത്തിൽ അമ്പലത്തിലേക്ക് തിരിച്ചു. എന്നാലും ഇത്രയും സ്വീറ്റായ ഗായമ്മയ്ക്ക് എങ്ങനെ ഇതുപോലൊരു ചൂട മോനെന്നാ എന്റെ സംശയം. സ്കൂട്ടി ആലിൻചോട്ടിൽ വെച്ച് പതിവ് പോലെ ക്ഷേത്രത്തിലേക്ക് നടക്കുവാണ് രണ്ടാളും. ഗായത്രിയുടെ വലതുകൈ തന്നോട് ചേർത്ത് പിടിച്ചാണ് അവളുടെ നടത്തം. അവളുടെ ചോദ്യം കേട്ട് സത്യത്തിൽ ഗായത്രിക്ക് സങ്കടം വന്നു. അവരുടെ മനസ്സിൽ കുറച്ചു വർഷങ്ങൾ മുൻപുള്ള ധ്രുവിയുടെ മുഖമായിരുന്നു. അവന്റെ കുസൃതി നിറഞ്ഞ മുഖം, പ്രവർത്തികൾ, വാ തോരാത്തതുപോലെയുള്ള അവന്റെ കുറുമ്പുകൾ നിറഞ്ഞ സംസാരം. ഇന്നവൻ മറ്റൊരാളാണ്, തനിക്ക് പോലും അപരിചിതനായ ഒരുവൻ. നിറഞ്ഞ കണ്ണുകൾ കൈപ്പടം കൊണ്ട് തുടച്ചുവിട്ട് ഗായത്രി. മറുപടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗായത്രിയുടെ മുഖത്തേക്ക് നോക്കിയ ആദു കാണുന്നത് നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കുന്ന ഗായത്രിയെയാണ്. ആദു ആകെ അപ്സെറ്റായി പോയി. അവളുടെ വാക്കുകൾ അവരെ വിഷമിപ്പിച്ചോ എന്നാണ് അവൾ ചിന്തിച്ചത്. ഗായമേ, സോറി, കരയല്ലേ പ്ലീസ്. ഞാൻ ഓർക്കാതെ പറഞ്ഞു പോയതാ. ആദു ഗായത്രിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോഴാണ് താൻ കരയുകയാണെന്ന് ഗായത്രിക്ക് മനസ്സിലായത്. അയ്യോ മോള് കാരണമല്ല, ഞാൻ ഓരോന്ന് ഓർത്തു പോയതാ മോളെ. അവൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല. നിന്നെപ്പോലായിരുന്നു അവനും. നിന്റെ ഓരോ പ്രവൃത്തികളും സംസാരവും എനിക്ക് പഴയ അവനെ ഓർമ്മപ്പെടുത്തി തരും. പക്ഷെ കുറച്ച് സംഭവങ്ങൾ അവനെ ഇന്നത്തെ ഈ സ്വഭാവത്തിലേക്ക് എത്തിച്ചു മോളെ. ഇടറിയ ശബ്ദത്തിൽ ഗായത്രി പറഞ്ഞു. ആദുവിന് അതിനെക്കുറിച്ചറിയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഗായത്രിയെ ഒന്നും ചോദിച്ച് വിഷമിപ്പിക്കാൻ ആദു തയ്യാറല്ലായിരുന്നു. എന്നെങ്കിലും ഗായമ്മയ്ക്ക് പറയാൻ തോന്നുവാണെങ്കിൽ അത് തന്നോട് പറയട്ടെ എന്ന് അവൾ മനസ്സിൽ ചിന്തിച്ചു. ഞായറാഴ്ച ആണെങ്കിലും ക്ഷേത്രത്തിൽ അത്ര തിരക്കൊന്നുമില്ല. ധ്രുവി ചന്ദനം വാങ്ങി തിരിയുമ്പോഴാണ് വിഗ്രഹത്തിലേക്ക് നോക്കി തൊഴുതു നിൽക്കുന്ന അവളുടെ മുഖം അവന്റെ കണ്ണിൽ പെടുന്നത്. ഭയങ്കര പ്രാർത്ഥനയിലാണവൾ. കുറച്ചു നേരം ആദുവിനെ നോക്കി നിന്നുപോയി ധ്രുവി. തൊട്ടപ്പുറത്ത് നിന്ന് തന്നെ നോക്കുന്ന അമ്മയെ കണ്ടതും അവൻ പെട്ടെന്ന് മുഖം വെട്ടിച്ചു. അവൻ വേഗം ചന്ദനം നെറ്റി തൊട്ട് ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി.
പുറത്തു ചെന്ന് ചെരുപ്പ് കാലിനേക്ക് ഇടുന്നതിനിടയിൽ ക്ഷേത്രമുറ്റത്തേക്കൊന്ന് പാളി നോക്കി ധ്രുവി. പ്രദക്ഷിണം വയ്ക്കുവാണ് രണ്ടാളും. അമ്മയുടെ കയ്യില് സ്വാതന്ത്ര്യത്തോടെ ചുറ്റിയിരിക്കുന്ന അവളുടെ കൈ. അത് കാണുന്ന മാത്രയിൽ മനസ്സ് കവരുന്ന മായാജാലക്കാരിയാണ് ഈ പെണ്ണെന്ന് തോന്നുന്നു. തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ പിറുപിറുക്കുമ്പോഴും അവനറിയാതെ അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. അപ്പൊ നീ പറഞ്ഞ സത്യാണോ അതു? ആ ആന്റി, അത് ധ്രുവി സാറിന്റെ അമ്മയാണോ? വീട്ടിലെത്തിയ ഉടനെ തന്നെ ഇന്ന് കിട്ടിയ എക്സ്ക്ലൂസീവ് ന്യൂസ് അക്കുവിനോടും ഗാഥയോടും കോൺഫറൻസ് കോളിലൂടെ പങ്കുവയ്ക്കുവാണ് ആത്തു. വിവരങ്ങളൊക്കെ പറഞ്ഞതും വിശ്വസിക്കാൻ കഴിയാതെ അമ്പരന്ന് നിൽക്കുവാണ് രണ്ടും. ആണടി, അത് ധ്രുവി സാറിന്റെ അമ്മയാ. പക്ഷെ ആ കാട്ടുപോത്തിന്റെ മൂശാട്ട് സ്വഭാവം ഒന്നുമില്ല ഗായമ്മയ്ക്ക്. ആള് പാവുവാ, എന്റെ സീതമ്മയെ പോലെ. ആദു ഒത്തിരി സ്നേഹത്തോടെ പറഞ്ഞു. എന്നാലും എന്റെ ആദു, ഒരു തവണ അങ്ങേരുടെ നെഞ്ചത്ത് വീണ പ്രശ്നം ഇതുവരെയും തീർന്നില്ല. ഇനി ഇന്ന് വീണ ദേഷ്യം അങ്ങേര് നിന്നോട് കാണിക്കുവോ? അക്കു സംശയത്തോടെ ചോദിച്ചു. വിശ്വാമിത്രനായോണ്ട് ഒന്നും പറയാൻ കഴിയില്ല മോളെ. ഇനി എന്തൊക്കെ പുകയിലാണോ ഉണ്ടാക്കാൻ പോകുന്നത്? ആദു പറഞ്ഞുകൊണ്ട് ശ്വാസം വലിച്ചു വിട്ടു. നീ എന്നിട്ട് അങ്കിളിനോടും ആന്റിയോടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഗാഥയാണ് ചോദിച്ചത്. ഇല്ലടി, ഞാനിനി പറയുമ്പോ അച്ഛയ്ക്കും അമ്മയ്ക്കും ഗായമ്മയോട് ദേഷ്യം വരുമോന്നൊരു പേടി. ഞാൻ ആകെ ഒരു ആശയക്കുഴപ്പത്തിലാ. ആദു സന്ദേഹത്തോടെ പറയുകയാണ്. അപ്പൊ മുത്തശ്ശിയുടെ സപ്തതി ഗായമ്മയെ വിളിക്കില്ലേ? വിളിക്കും. അച്ഛയമ്മയും അവിടേക്ക് പോയി വിളിക്കും. ഞാൻ പോണില്ല. എനിക്ക് ആ കാട്ടുപോത്തിന്റെ മുന്നിൽ പോയി ചാടാൻ വയ്യ. ആദു പറഞ്ഞുകൊണ്ട് ചിറികൂട്ടി. പിന്നെയും കുറച്ചു നേരം കൂടി അവരുടെ സംഭാഷണം നീണ്ടുപോയി. ആദുമോളെ, നീ കൂടെ വാ, നമുക്ക് നിന്റെ ഗായമ്മയെ സപ്തതിക്ക് ക്ഷണിച്ചിട്ട് വരാം. ഉച്ചഭക്ഷണം കഴിച്ച് സെറ്റിയിൽ കിടന്ന് TV കാണുമ്പോഴാണ് വിശ്വനും സീതയും അവളോടത് പറയുന്നത്. ധ്രുവിയുടെ മുഖമാണ് ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് വന്നത്. അവന് ഇനിയും കാണാൻ വയ്യ. അമ്മ അച്ഛന് പോയിട്ട് വാ, ഞാൻ വരുന്നില്ല. ആദു അവിടേക്ക് പോകാൻ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. അതും തോറ്റി പെട്ടെന്ന്, അല്ലെങ്കിൽ 5 മിനിറ്റ് കിട്ടിയാ ഗായമ്മയെന്ന് വിളിച്ച് അവിടേക്ക് ഓടുന്ന ആളാണല്ലോ. സീത സംശയത്തോട് ചോദിക്കുമ്പോ അത് തന്നെയായിരുന്നു വിശ്വനും തോന്നിയത്. ഏയ്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഗായമ്മയോട്. ഇനി നിങ്ങൾ രണ്ടാളും കൂടി ക്ഷണിച്ചാൽ മതിയല്ലോ, അതാ ഞാന്. ആദു അവർക്ക് സംശയം തോന്നാത്ത രീതിയിൽ പറഞ്ഞു. അത് സാരമില്ല, നമ്മൾ 3 ആളും ചേർന്ന് ക്ഷണിക്കുന്നതാ മര്യാദ. നീ കൂടെ വന്നില്ല എന്നൊരു വിഷമവും നിന്റെ ഗായമ്മയ്ക്കും വേണ്ട. വിശ്വം പറയുമ്പോ വേറെ നിവർത്തിയില്ലാതെ ആദുവിനത് സമ്മതിക്കേണ്ടി വന്നു. കഥ കടിച്ചുകൊണ്ട് ഗായത്രിയുടെ വീട്ടിലേക്ക് സീതയും വിശ്വനും ഇറങ്ങി. അതിന്റെ പിന്നാലെ ഒട്ടും താല്പര്യമില്ലാതെ ആദുവും നടന്നു. കോളിമ്പൽ മുഴങ്ങുന്ന ശബ്ദം കേട്ട് ധ്രുവിയാണ് വാതിൽ തുറന്നത്. തന്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തികളെ കണ്ടപ്പോൾ അവനൊന്നു പകച്ചു. മുൻപ് നടന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആദു അവളുടെ അച്ഛനെയും അമ്മയും കൂട്ടി വന്നതാണോന്ന് ധ്രുവി ചിന്തിച്ചു. അകത്തേക്ക് വാ എല്ലാരും. അമ്പരപ്പ് മാറിയപ്പോ അവൻ 3 പേരെയും അകത്തേക്ക് ക്ഷണിച്ചു. അപ്പോ ഗായത്രിയും ഹാളിലേക്ക് എത്തിയിരുന്നു. മോള് പറഞ്ഞിരുന്നു വരൂന്ന്. നിങ്ങൾ സംസാരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അവരോട് പറഞ്ഞുകൊണ്ട് ഗായത്രി അടുക്കളയിലേക്ക് പോയതും അവരുടെ പിന്നാലെ ആദവും പോയി. ധ്രുവിക്കാകെ ആശയക്കുഴപ്പത്തിലായി. അടുക്കളയിൽ ഗായത്രിയോട് കാര്യമായി സംസാരിക്കുന്ന ആദുവിന്റെ ശബ്ദം ഹോളിൽ ഇരിക്കുന്നവർക്ക് പോലും കേൾക്കാം. നിമിഷ നേരത്തിനൊടുവിൽ ഗായത്രി ജ്യൂസ് ട്രേയുമായി ഹാളിലേക്ക് വന്നു. അവർക്ക് പിന്നാലെ സ്നാക്സ് നിറച്ച പ്ലേറ്റുമായി ആദുവും. ധ്രുവിയുടെ കണ്ണുകൾ ആദുവിലേക്ക് പാളി നോക്കി. പുറത്ത് കാണിക്കുന്നില്ലെങ്കിൽ പോലും ഗായത്രിയും ആദുവും തമ്മിലുള്ള ഈ ഒരു ബോണ്ട് ധ്രുവിയുടെ മനസ്സും ഇഷ്ടപ്പെട്ടിരുന്നു. അവൾ ഇവിടേക്ക് വന്നതിന് ശേഷം അമ്മ അത്രത്തോളം ഹാപ്പിയാണെന്ന് അവന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഉള്ളിന്റെ ഉള്ളിൽ നിറയെ ബഹുമാനമാണ് ആ കുഞ്ഞു മായാജാലക്കാരിയോട്. ഇതൊന്നും അവന് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം. ആഹാ, ആദു ഇപ്പൊ ഇവിടുത്തെ വീട്ടുകാരിയായോ ഗായത്രി? സീത ഒരു ചിരിയോടെ ചോദിച്ചു. അമ്മ പറഞ്ഞത് കേട്ട് ആദു ധ്രുവിയൊന്നു നോക്കി. കാട്ടുമാക്കാൻ ഇതൊന്നും ഇഷ്ടപ്പെടില്ല. ഈ അമ്മ എനിക്ക് ഇമ്പോസിഷൻ വാങ്ങിക്കൂട്ടുമെന്നാ തോന്നുന്നത്. ആദു മനസ്സിൽ പെറുപെറുത്തു. അമ്മൂട്ടൻ എന്റെ മോളാണിപ്പോ സീതയെ. ഗായത്രി അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞപ്പോ വിശ്വനിലും സീതയിലും ഒരു പുഞ്ചിരിയായിരുന്നു. തുടരും. കഥ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് തരാൻ മറക്കല്ലേ. എന്റെ അമ്മേ, ഇനി ഇവരെന്നാ ഒന്ന് സെറ്റ് ആവുന്നതല്ലേ.